എല്ലാവരും വലിയവരാണ്, എല്ലാവരും നമ്മളെക്കാൾ ഉഷാറാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, എത്ര ചെത്തി പൊളിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർ ചെക്കന്മാരുണ്ടാവും, ചിലപ്പോ ഒരു ജീൻസ് ചിലപ്പോൾ അടിക്ക് തട്ടുന്നുണ്ടാവും. പക്ഷേ നമ്മളെക്കാളൊക്കെ അവർക്ക് അള്ളാഹുവിനെ പറ്റി ഭയപ്പാടുണ്ടാവും. ഇങ്ങനെ കുതിര കളിച്ച് നടക്കുകയാണ് കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ അങ്ങനെ ആയതിന്റെ പേരിൽ. എന്തെങ്കിലും നന്നായി തൗബ ചെയ്ത് മടങ്ങിയാൽ പളുങ്കായിരിക്കും അവരൊക്കെ. നമ്മൾ ആരെ പറ്റിയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എന്നെക്കാളും അല്ലല്ല, നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്, ഓൻ വരുന്നില്ലല്ലോ, അതുകൊണ്ട് മോശക്കാരൻ, ഞാൻ നന്നായി, അല്ലല്ല. ഒരുപക്ഷെ അള്ളാഹുവിനെ നന്നാക്കാൻ പറ്റും. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ബിംബാരാധന നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് പോലും അള്ളാഹുവിൽ അഹബ്ബായിരുന്നു, അള്ളാഹു ഇഷ്ടമായിരുന്നു ഉമർ ഫാറൂഖ് തങ്ങളെ. ചെയ്ത അമല് കൊണ്ടല്ല, ഉമർ തങ്ങൾ ആയിത്തീരാൻ പോകുന്നത് വലിയൊരു മഹാനാണ്. ആ മഹാനാണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷേ ഉമർ തങ്ങൾ അന്നും അള്ളാഹുവിന്റെ അടുത്ത് മഹബൂബ് തന്നെയായിരുന്നു. നമ്മുടെ മഹാനായ ഖുർത്തുബി ഇമാം പറഞ്ഞിരിക്കുക, എന്തേ ഒരാൾ മോശപ്പെട്ടായതോടെ ഇപ്പൊ ജഡ്ജ് ചെയ്യല്ല, ഇയാൾ ഒരു പക്ഷേ അള്ളാഹുവിന്റെ വലിയായി തീർന്നേക്കും. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല, അദ്ദേഹം ബഹുമാനപ്പെട്ടവർ ദീനിലേക്ക് അടുത്തു വരുന്ന കാലഘട്ടം മദ്യപിച്ച് കുടിച്ച് പൂസാവാന്നൊക്കെ പറയില്ലേ, സ്വന്തം അനുഭവം പറഞ്ഞിട്ടുണ്ട് അവര്. ഒരു ദിവസം കുടിച്ചിട്ട് ബോധമില്ലാതെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. എന്റെ കുഞ്ഞു മോളുണ്ടായിരുന്നു എനിക്ക്, ആ മോളേക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആ കുഞ്ഞ് മരിച്ചുപോയി, ഞാൻ വളരെ സങ്കടപ്പെട്ടിരുന്നു. അന്ന് രാത്രി ഞാൻ നന്നായി കുടിച്ചതിന്മേ പിന്നെയും കുടിച്ചു, മദ്യപിച്ച് തളർന്ന് ഞാൻ ഉറങ്ങി. ആ ഉറക്കിലാണ് ഞാൻ ഒരു സ്വപ്നം കണ്ടത്. എന്റെ മോൾ എന്നെ പരലോകത്തേക്ക് ഒരു ദർശനം എനിക്ക് കിട്ടി. ഞാൻ പരലോകത്തേക്ക് പോവുകയാണ്. വിചാരണ, എന്റെ പിന്നാലെ ഒരു ഭീമാകാരമായ ഒരു ജീവി, എന്നെ തിന്നീൻ, ഒരു കടുവയോ മുതലയോ എന്റെ പിന്നാലെ കൂടുന്നുണ്ട്. ഞാൻ ഓടുകയാണ്. ഓടുമ്പോ ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടു. നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ വയ്യ, ഈ വലിയ ജീവിക്ക് ഞാൻ എന്തു ചെയ്യും, ഓടിക്കോന്ന് പറഞ്ഞു. ഞാൻ ഓടി ഒരു കുന്നിന്റെ പുറത്തെത്തി. അവിടെ എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഈ മൃഗം എന്നെ കടിക്കാൻ വേണ്ടി വരികയാണ്. ഞാൻ അവിടെ നിന്ന് താഴേക്ക് പിന്നെ ഓടിച്ചെന്നപ്പോ കുറെ കുട്ടികൾ, ആ കുട്ടികളുടെ എന്റെ പൊന്നുമോൾ അവിടെ ഉണ്ട്. എന്നെ ഇടത് കൈ കൊണ്ട് പിടിച്ചു. എന്റെ മോൾ എന്റെ താടിരോമത്തിന് പിടിച്ചിട്ട് തലോടി, എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, വാപ്പാ നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. വാപ്പാ, നിങ്ങൾ അല്ലാഹുവിന്റെ വചനം കേട്ടില്ലേ, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾക്ക് അല്ലാഹുവിനെ ഭയപ്പെടാൻ നേരായിട്ടില്ലേ, അള്ളാഹുവിനെ പേടിക്കാൻ സമയമായിട്ടില്ലേ വാപ്പ, നിങ്ങൾ ആയത്ത് ഓതിയിട്ടില്ലേ എന്ന് ചോദിച്ചു. മോളെ, എന്താണിത്? ഞാനിപ്പോ എവിടെയാണ്? ഉപ്പ, ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള കുഞ്ഞുങ്ങളാണ്, ഞങ്ങളിവിടെ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ വാപ്പമാരെ സ്വീകരിക്കാൻ. ആരായിരുന്നു മോളെ? ഞാൻ വൃദ്ധനെ കണ്ടല്ലോ അവിടെ. അത് വാപ്പ ചെയ്ത നന്മകളാ, പക്ഷെ ദുർബലമായിരുന്നു. കുറച്ച് നന്മയല്ലേ വാപ്പ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഏതാണ് ആ മുതല, ഒരു വലിയ ഒരു എന്റെ പിന്നാലെ കൂടി ജീവി ഏതാണ്? വാപ്പ ചെയ്ത തിന്മകളായിരുന്നു. വാപ്പ, നിങ്ങൾക്ക് മടങ്ങാൻ നേരായിട്ടില്ലേ? ആ ഉറക്കത്തിന് എഴുന്നേറ്റപ്പോഴ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു തആല അൻഹു പശ്ചാത്തപിച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങി. ഇന്ന് ലോകത്തറിയപ്പെടുന്ന ആരിഫാണ്, അള്ളാഹുവിന്റെ ഏറ്റവും ഇൽമും ഹിക്മത്തും ഈ ദീനിനെ സമ്മാനിച്ച മഹാപ്രതിഭ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു തആല. ആദ്യകാലങ്ങൾ അങ്ങനെ ആരെയും നമ്മൾ എന്ത് ചെയ്യരുത്, മോശമായിട്ട് കാണരുത്. എത്ര കുതിരളിച്ച് നടക്കുന്ന ആളാണെങ്കിലും അള്ളാഹു ഹിദായത്ത് കൊടുത്താൽ അവരൊക്കെ പളുങ്കുകളായിരിക്കും. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല വരിക, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഒരു സംഘം ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ ഖാദിമീങ്ങളായിട്ട് പിന്നാലെ നടക്കും. അപ്പോ സ്വാഭാവികമാണല്ലോ, അങ്ങനെയൊക്കെ നമ്മൾക്കത് ചെയ്യണം, നമ്മൾ ഖിദ്മത്ത് ചെയ്യണം, ആലിമീങ്ങൾക്ക് സേവനം ചെയ്യണം, ആലിമീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം. നമുക്ക് കൂലിയുള്ള കാര്യമാണ്, പുണ്യം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ആ ആലിം, ആ VIP ആയ മനുഷ്യൻ, ആ സയ്യിദായ ആൾ, ആ നേതാവായ മനുഷ്യൻ കാര്യം മനസ്സിലാക്കണം. ഉമർ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ കയ്യിലൊരു വടിയുണ്ട്, ആ വടി കൊണ്ട് അടിക്കാൻ വേണ്ടി ഓങ്ങി. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമർ, എന്തിനാ നിങ്ങൾ എന്നെ തല്ലുന്നത്? ഒരു VIP ആയ ഒരു സംഘത്തോട് കൂടെ പോവുക. ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ അവിടുത്തെ VIP, മറ്റുള്ളവരൊക്കെ താബിഈങ്ങളും സ്വഹാബത്തിൽ ചെറിയവരൊക്കെ അവരുടെ കൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ് ഖാദിമീങ്ങളായിട്ട്. പറഞ്ഞു, യാ ഉബയ്യ് ഇബ്നു കഅബ്, നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ കൂടെ നടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് സ്ഥാനം കുറവുള്ളൊരു പണിയാ, ഒരാളുടെ ഖാദിമായി നടക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ ഫിത്നയുമാണ്. നിങ്ങൾ ഇതിന് സമ്മതിക്കുകയാണോ എന്നാ ചോദിച്ചത്. ഇങ്ങനെ VIP ആരവങ്ങളുടെ കൂടെ പോവാണോ? ആരവങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ മനസ്സിൽ അഹങ്കാരം വരൂലേ? ഉബയ്യ്, നിങ്ങൾക്ക് ഒറ്റക്ക് നടന്നുകൂടെ എന്ന് ചോദിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ ആലോചിക്കുക, ഓരോരുത്തരും ആലോചിക്കുക. ഗുരുതരമായ വീഴ്ചകൾ, ഇതൊക്കെ നിസ്സാരമാണ്.
വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അലീം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങളൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ സ്വഹാബികളോട് പറയാ, നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നിസ്സാരമായിട്ട് കാണുന്നു, ഞങ്ങളൊക്കെ അത് മിനൽ മൂബിഖാത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങൾ ഇത് കണ്ടാൽ ഇതൊക്കെ നരകം കിട്ടാൻ ഉറപ്പുള്ള കാര്യങ്ങളാണെന്ന് വിചാരിച്ചിരുന്നു, നിങ്ങളിത് കൂളായിട്ട് ചെയ്യുന്നു എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാം. അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, തിന്മകൾ, വേണ്ടാത്തത്, അനാവശ്യങ്ങൾ കണ്ടിങ്ങനെ പരിചയപ്പെട്ടു പോന്നിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ വേണ്ടത് എന്ന് ധരിച്ചു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഭയങ്കര വിഷയങ്ങളാണ്. ഈ തക്ബീർ ചെല്ലിപ്പിക്കുന്നതും ആളെ കൊണ്ടടക്കുന്നതും വാടക കൊണ്ടടക്കുന്നതും അല്ലാത്തതും ഒക്കെ ഗുരുതരമായ വീഴ്ചകളാണ്. തിരുത്തണം, തിരുത്തേണ്ട വിഷയങ്ങളാണ്. അഹങ്കാരം വന്നുപോകും, ഞാൻ വലിയ ആളാണെന്ന് തോന്നൽ വരും. ഇതൊക്കെ ആളുകൾ മനസ്സിലാക്കണം, നേതാക്കന്മാർ മനസ്സിലാക്കണം, ആലിമീങ്ങൾ മനസ്സിലാക്കണം. സാധാരണക്കാർ, പൊതുജനങ്ങൾ അവർ സ്നേഹിക്കണം, അവരെ ഖിദ്മത്ത് ചെയ്യേണ്ടവരാണ്, അവർക്കതിന്റെ കൂലി കിട്ടും. പക്ഷേ അത് അനുഭവിക്കുന്ന ആളുകൾ തിരിച്ചു മനസ്സിലാക്കണം. മൻ കാന ഫീ ഖൽബിഹി മിത്ഖാലു ഹബ്ബത്തി ഖർദലിൻ മിൻ കിബ്രിൻ, അഹങ്കാരത്തിന്റെ ഒരൽപ്പം ഹൃദയത്തിലുണ്ടോ അവർക്ക് സ്വർഗ്ഗമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ മാത, ആരെങ്കിലും മരിക്കുന്ന പക്ഷം വഹുവ ബരീഉം മിനൽ കിബ്രി, അഹങ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഖൽബായിരുന്നു. വൽ ഗുലൂൽ, ആരെയും വഞ്ചിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ വദ്ദൈൻ, കടബാധ്യതകളും ഇല്ലെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗ്ഗം ഉറപ്പാണ്. വഞ്ചന എന്ന് പറഞ്ഞാൽ പല രീതിയിൽ വരും. കച്ചവടക്കാരൊക്കെ പ്രത്യേകിച്ച് അതിന്റെ എല്ലാ ഐറ്റംസ് എടുത്ത് മനസ്സിലാക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിവരമുള്ള ഉസ്താദുമാരോട് ചോദിക്കുക. വദ്ദൈൻ, വഞ്ചനകൾ സംഭവിച്ചു പോകരുത്, വഞ്ചന നടക്കരുത്. കച്ചവടങ്ങളിലോ പെരുമാറ്റങ്ങളിലോ ജോലികളിലോ ഒക്കെ ഇത് വരും. വഞ്ചിക്കുക, നമ്മള് റിയാലിറ്റി എന്താണോ യാഥാർത്ഥ്യം അതിനെതിര് കാണിച്ചു കൊടുക്കുക. അതൊക്കെയാണ് വഞ്ചന എന്ന് പറഞ്ഞാൽ. കടബാധ്യതകൾ, ആ കടം, വാപ്പ മരിച്ചു, വാപ്പാക്ക് കടമുണ്ട്, വാപ്പയുടെ സ്വർഗപ്രവേശം തടഞ്ഞു വെക്കും. എപ്പോ മക്കൾ വാപ്പയുടെ അനന്തര സ്വത്തിൽ നിന്ന് കടം വീട്ടിയിട്ടേ മക്കൾക്ക് ഓഹരി വെച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വാപ്പക്ക് പകരം ആരെങ്കിലും ഇത് വീട്ടണം, ആരെങ്കിലും ഏറ്റെടുക്കണം. അതിനെ മയ്യിത്ത് നിസ്കാരം നടക്കുമ്പോൾ നമ്മൾ പറയില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത നടപടിയാണ്. തങ്ങള് മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നു, ഒരു സ്വഹാബി മരിച്ചിരിക്കാൻ, അദ്ദേഹത്തിന് ഒരുപാട് കടമുണ്ട്, തങ്ങൾ എന്ത് ചെയ്തില്ല, നിസ്കാരത്തിന് തയ്യാറായില്ല. തങ്ങൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തേ നബിയെ, ഇയാൾക്ക് കടബാധ്യതയുണ്ടല്ലോ, അതാരെങ്കിലും ഏറ്റെടുക്കുകയോ അത് വീട്ടുകയോ ചെയ്യാതെ നിസ്കരിക്കാൻ പറ്റൂല. അപ്പൊ ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ ഞാൻ വീട്ടിക്കോളാം. ഫഖാമ ഫസല്ല അലൈഹി, അപ്പോഴാ തങ്ങൾ ജനാസ നിസ്കരിച്ചു കൊടുത്തത് എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. അപ്പോ കടബാധ്യതകൾ ഭയങ്കരമാണ്. കടം വാങ്ങുക എന്ന് പറഞ്ഞതൊരു വിഷയമല്ലാതായിട്ടുണ്ട്. കടം വാങ്ങിയാൽ അത് വീട്ടാതിരിക്കും ചെയ്യാം. കടം വാങ്ങിയിട്ട് മനുഷ്യന്മാർ മുങ്ങി നടക്കുക, കടം വാങ്ങുക, മൊബൈൽ നമ്പർ മാറ്റുക, കടം വാങ്ങുക, നാട്ടിലേക്ക് മുങ്ങുക, കോണ്ടാക്ട്സ് ഇല്ലാതിരിക്കുക. കുറ്റകരമാണ്, ഗുലൂലാണ്, ചെയ്യാൻ പാടില്ല, വഞ്ചനയാണ്. മത്വലുൽ ഗനിയ്യു ദുൽമുൻ, കടം വാങ്ങിയിട്ട് കടം വീട്ടാൻ കഴിയുന്ന ഒരു മനുഷ്യൻ വീട്ടാതിരിക്കുന്നത് അക്രമമാണ്. മത്വലുൽ ഗനിയ്യു ദുൽമുൻ, അത് ദുൽമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി കടം വീട്ടലാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഷഹീദിന്റെ വിഷയം പറഞ്ഞപ്പോ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു, വൈകി വന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഷഹീദിന് പോലും സ്വർഗപ്രവേശം തടഞ്ഞു വെക്കും. ഷഹീദിന് പോലും സ്വർഗത്ത് കടക്കാൻ വിടൂല കടം ഉണ്ടെങ്കിൽ. കടം വീട്ടിയേ പറ്റൂ. കടം വ്യക്തിയിൽ നിന്ന് വാങ്ങിയാലും, ബാങ്കിന്റെ കടമാണ്, സ്ഥാപനത്തിന്റെ കടമാണ്, സംഘടനയിൽ നിന്ന് കടം വാങ്ങിയതാണ്, വീട്ടുകാരോട് കടം വാങ്ങിയതാണ്. കടം തന്നെയാണ്, ആർക്കാരും തിരിച്ചു കൊടുത്തേ പറ്റൂ. എക്സെപ്ഷൻ ഇല്ല. മനസ്സിലാക്കണം, സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ കെട്ടിടങ്ങളല്ല, മനുഷ്യന്മാർ റൺ ചെയ്യുന്ന സംഗതികളാണ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വ്യക്തികളാണ് എന്നല്ലാതെ അതൊരു മീനിങ് അല്ല, ഒരു മാനയല്ല. അതൊക്കെ അതിന് ചില ഐനുകളുണ്ട്, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് അവകാശപ്പെട്ടതാണ്. ആരുടെ കടമായാലും വീട്ടിയേ പറ്റൂ. പറയാനുള്ളത്, ആർക്കൊക്കെ കടമുണ്ടോ ഉത്തരവാദപ്പെട്ട ആളുകൾ അത് അറിയിക്കണം. ഭാര്യമാരോട് പറയണം മിനിമം, മാതാപിതാക്കളോട് പറയണം ഇത്ര കൊടുക്കാനുണ്ട്. ആര് എപ്പോഴാ മരിച്ചു പോകുമെന്ന് ആർക്കറിയും? നമ്മൾ മരിച്ചുപോയി, നമുക്ക് കടമുണ്ടോ എന്ന് ആരും അറിഞ്ഞില്ല. ആരെങ്ങനെ വീട്ടും? നമ്മുടെ ഹിസാബ് എങ്ങനെ ക്ലിയർ ആകും? നമ്മൾ എങ്ങനെ ഖബറിൽ കിടക്കും? നമ്മുടെ വിചാരണ എന്തായിരിക്കും? അതുകൊണ്ട് വസിയത്ത് ചെയ്യണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഒരു മനുഷ്യൻ 2 രാത്രിയോ 3 രാത്രിയോ കടന്നുറങ്ങുന്നു, അവന്റെ വസിയത്ത് പത്രം എഴുതി വെച്ചില്ലെങ്കിൽ അത് ശരിയല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അനന്തരാവകാശ സ്വത്തിന്റെ അനന്തരാവകാശം എന്താണെന്ന ആയത്ത് വന്നതിന്റെ ശേഷം ഈ നിയമം പ്രാബല്യത്തിൽ ഇല്ല എന്ന് ഉലമാ പറയാറുണ്ട്. എന്നാൽ പോലും വസിയത്ത് ചെയ്യണമെന്നാണ്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വീട്ടാനുണ്ട്, എന്തൊക്കെ കൊടുക്കാനുണ്ട്, വളരെ വേണ്ടപ്പെട്ട ആളുകളെങ്കിലും അറിയിക്കണം. ആരാ മരിക്കാന്നറിയോ? നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞില്ലെങ്കിലോ? നമ്മൾ മാത്രം അറിയുന്ന ഫ്രണ്ട്സുകൾ ഉണ്ടാവും, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ.
കാസർഗോഡുകാരന്റെ സുഹൃത്ത് തിരുവനന്തപുരക്കാരനാ, കണ്ണൂരുകാരന്റെ സുഹൃത്ത് ആലപ്പുഴക്കാരനാ. ഇവർ നാടെവിടെയാ രണ്ടുപേരും കണ്ടിട്ട് പോലില്ല. ഇവിടെ കണ്ട ചില പരിചയം തോന്നി നല്ല മനുഷ്യനാണെന്ന്, സുഹൃത്തുക്കളായി കടം വാങ്ങിയിട്ടുണ്ടാവും. മരിച്ചുപോയാൽ എങ്ങനെ വീട്ടാൻ പറ്റും? അറിയിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് കടബാധ്യതകൾ ഇല്ലാത്ത പ്രവാസികൾ ഉണ്ടാവില്ല.